നെക്സ്റ്റ് തിയറം 3. ഈ ഒരു തിയറം എന്ന് പറയുന്നതും നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആ ഒരു ഭാഗത്ത് പഠിച്ച തിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുമായിട്ട് അതേ സെയിം തിയറം നമ്മളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ കാര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോക്കാം. ഇഫ് x1 x2 etc. up to xn are solutions of the system x dash is equal to p of t x on the interval alpha less than t less than beta, then in this interval the Wronskian w of x1 x2 etc. up to xn is either identically 0 or else never vanishes എന്ന് പറയും. ഓക്കെ, നമ്മൾ മുൻപും പഠിച്ചതായിരുന്നു. വ്രോൺസ്കിയൻ ഒന്നല്ലെങ്കിൽ ഈക്വൽ ടു 0 വരും, അല്ലെങ്കിൽ നോട്ട് ഇസ് ഈക്വൽ ടു 0. ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്ക് വരാറുള്ളൂ. അതേ കണ്ടീഷൻ തന്നെയാണ് പറയണത്. നമ്മുടെ കയ്യിൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ n സൊല്യൂഷൻസ് ആണ് x1 x2 etc. up to xn എന്ന് പറയുന്നത്. ദെൻ ഓൺ ദ ഇൻ്റർവൽ ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ എന്ന് പറയുന്നതിൽ ഈ വ്രോൺസ്കിയൻ w എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആയിരിക്കും, ഓർ നെവർ വാനിഷസ്. നെവർ വാനിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 0 അസ്യൂം ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 0 അല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് വരുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ദ തിയറി ഓഫ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ദ വ്രോൺസ്കിയൻ w ഓഫ് സൊല്യൂഷൻസ് x1 x2 etc. up to xn ഓഫ് ദ സിസ്റ്റം x dash is equal to p of t x എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നമ്മുടെ x dash is equal to p of t x എന്ന് പറയുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ മീൻ ചെയ്യാൻ പറ്റുക? എക്സ് ഡാഷിന് പകരം w ഡാഷ് എന്നും എക്സിന് പകരം w എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അതിനെ ഒന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, dw ഡിവൈഡഡ് ബൈ dt. എന്താ dw ഡിവൈഡഡ് ബൈ dt പറഞ്ഞു കഴിഞ്ഞാൽ w ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു p ഓഫ് ടി. ആ p ഓഫ് ടിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓരോ കോളം കോഎഫിഷ്യൻസ് ആക്കി എഴുതിയിരിക്കുകയാണ്. p11 പ്ലസ് p22 പ്ലസ് എക്സെട്ര പ്ലസ് pnn ഇൻറ്റു w എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഒന്ന് നോക്കിക്കേ. ഈ ഒരു p11 പ്ലസ് p22 പ്ലസ് എക്സെട്ര പ്ലസ് pnn എന്നുള്ളതിനെ ഞാനൊരു q ഓഫ് ടി എന്നോ എന്തെങ്കിലും വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ p ഓഫ് ടി എന്ന് തന്നെ വിളിച്ചോളൂ. ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? w ഡാഷ് ഇസ് ഈക്വൽ ടു q ഓഫ് ടി ഇൻറ്റു w. അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്താ വരും? w ഡാഷ് മൈനസ് q ഓഫ് ടി ഇൻറ്റു w ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നോക്കിക്കേ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലേക്ക് വന്നില്ലേ? ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? y ഡാഷ് പ്ലസ് p ഓഫ് ടി y എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ, അതായത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ്റെ ഫോം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാം? c പവർ ഇൻ്റഗ്രൽ p ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാണ്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് w ഇസ് ഈക്വൽ ടു c e പവർ p11 പ്ലസ് എക്സെട്ര പ്ലസ് pnn ഓഫ് ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ഇത് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ഇസ് എൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഇവിടുത്തെ സി എന്താണ്? ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മുടെ ഈ എക്സ്പോണൻഷ്യൽ w എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലേ? ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്നുള്ള ഫോമിലാണ്. നമുക്കറിയാം കേസാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നെവർ വാനിഷിംഗ് ആണ്. സോ ഇവിടെ അത് വാനിഷ് ചെയ്യണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. c ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ c ഈക്വൽ ടു 0 ആവുന്ന കേസിൽ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈക്വൽ ടു 0 ആയിട്ട് മാറും. c നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ മുന്നേ നമ്മൾ ആ സെക്കൻഡ് ഓർഡർ പറഞ്ഞിരുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു തിയറം പറയുന്നത് തിയറം 4. ലെറ്റ് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. e1 is equal to 1 0 0 0 and e2 is equal to 0 1 0 0 etc. to en is equal to 0 0 0 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാം എന്നത് ഉദ്ദേശിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, e1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലേസിൽ 1 കൊടുക്കുക, ബാക്കിയൊക്കെ 0 കൊടുക്കുക.
ദെൻ E2 എഴുതുമ്പോൾ സെക്കൻഡ് പ്ലേസിൽ 1 കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ 0 കൊടുക്കുക. എൻ്റെ E3 എഴുതുമ്പോൾ തേർഡ് പ്ലേസിൽ 1 കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ 0 കൊടുക്കുക. En എഴുതുമ്പോൾ nth പ്ലേസിൽ 1 കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ 0 കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ലെറ്റ് x1 x2 etc to xn be the solution of the system x dash is equal to p of t into x എന്ന് പറയുന്നതാണ് സാറ്റിസ്ഫൈ ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഏത് ഇനീഷ്യൽ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? x1 of t naught is equal to E1, അതേതാണ് ഇത് അല്ലേ. അതേമാതിരി തന്നെ x2 of t naught is equal to E2, അതായത് ദിസ് etc to xn of t naught is equal to En എന്ന് പറയുന്നത് ദിസ് വൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ടി നോട്ട് ബി എ പോയിന്റ് ഇൻ ദ ഇന്റർവൽ ആൽഫ ലെസ് ദൻ ടി ലെസ് ദൻ ബീറ്റ, അതായത് ആൽഫ ലെസ് ദൻ ടി ലെസ് ദൻ ബീറ്റ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിലെ ഒരു പോയിന്റ് ആണ് ടി നോട്ട്. അങ്ങനെയാണെങ്കിൽ x1 x2 etc to xn എന്ന് പറയുന്നത് ഫോം എ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം x ഡാഷ് ഇസ് ഈക്വൽ ടു p of t x എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ തിയറം പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ, അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുന്നത് അതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ ദീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 x2 etc to x എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ആ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഫോം ചെയ്യും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ E1ഉം E2ഉം etc to En എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണല്ലോ അവിടെ. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ഈച്ച് ഐ റേഞ്ചിങ് ഫ്രം 1 to etc to n കൺസിഡർ ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം x ഡാഷ് ഇസ് ഈക്വൽ ടു p of t into x where x of t naught is equal to ഈ i എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, x1ന് കറസ്പോണ്ടിങ്, അതായത് x1ന് കറസ്പോണ്ടിങ് ആയിട്ട് E1 ആണ്, x2ന് കറസ്പോണ്ടിങ് ആയിട്ട് E2 ആണ്, എക്സെട്ര ടു xnന് കറസ്പോണ്ടിങ് ആയിട്ട് En ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാണ്? I കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. I എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യും? 1 മുതൽ n വരെ വേരി ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എടുത്തെഴുതി x ഡാഷ് ഇസ് ഈക്വൽ ടു p of t x where x of t naught is equal to e power i എന്ന് പറയുന്നത്, അത് നൊട്ടേഷനാണ്. e power i എന്നല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? E1 എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയണത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പ്രകാരം ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു നമുക്ക് ആദ്യം ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് x1 x2 etc to xn എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിവൺ ഇനീഷ്യൽ, അതായത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം ഗ്യാരണ്ടി ചെയ്ത് നമുക്ക് എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്താ പറയാൻ പറ്റുന്നത്? ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അതിന് നമ്മൾ പറയണത് ആ ഹൈപ്പോത്തിസിസ് പ്രകാരം ഈ സൊല്യൂഷൻ ഏതാണെന്ന് നമ്മൾ പറയുകയാണ്. നമുക്കിവിടെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്ക്നെസ് തിയറം പ്രകാരം സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ആ സൊല്യൂഷൻസ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറയണം. ആ സൊല്യൂഷൻസ് ആണ് x1 x2 etc to xn. അതിനെയാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് x ഓഫ് i എന്ന് പറയുന്നത്. ഓക്കെ, അതായത് x1 x2 etc to xn എന്നുള്ളത് ഇങ്ങനെ നിരത്തി എഴുതുന്നതിന് പകരം i റേഞ്ച് ഫ്രം 1 to etc to n x ഓഫ് i എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്കൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉണ്ട്. ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞത്? ബൈ ദ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം വെച്ചിട്ട് നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് പറഞ്ഞു. ഇനി ആ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് കൂടി പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സോ ഏതൊക്കെയാണ് ആ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്? x1 x2 etc to xn എന്ന് പറയുന്നതാണ് ആ സൊല്യൂഷൻ. അതിനെയാണ് ഈ നൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്യാണ് ഏതിൻ്റെ? ഈ സൊല്യൂഷൻസിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ the Wronskian of the solution x1 x2 etc to xn എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ചെയ്യുന്നത് Wronskian of x1 x2 etc to xn of t is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഡിറ്റർമിനന്റ് ഓഫ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് നമ്മളെ x ഡാഷ് is equal to p of t into x എന്നല്ലേ അതിനെ നമ്മൾ ആ സിസ്റ്റം ആക്കിയിട്ട് എഴുതുക. അതായത് x1 is equal to p11. ഓക്കെ,
P11 into x1 of t11 of t അങ്ങനെ നേരത്തെ എഴുതുന്ന ഇക്വേഷനിലെ ആ മൊത്തത്തിലുള്ള ഇക്വേഷൻസിൻ്റെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ആ കോഎഫിഷ്യൻസിനെ നമ്മളിവിടെ എടുത്തേത്. നമ്മളിവിടെ തൊട്ട് മുകളിലില്ലേ, ഇവിടെയല്ല, നമ്മൾ വ്രോൺസ്കിയൻ ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെന്നു എന്ന് എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തായിരിക്കും, ആ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് കെ ഓഫ് ടി എന്ന് പറയുന്നതിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന്. അതായത് ഇതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിരിക്കും x1 എന്ന് പറയുന്ന സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇത് x2ന് കറസ്പോണ്ടിങ് ആയിട്ട്, എക്സ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട്. സോ ജനറലി നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാണ് ഫോർ ഈച്ച് k വേരീസ് ഫ്രം 1 to etc up to n xk of t is equal to x1k x2k etc up to xnk എന്ന് പറയുന്ന ഫോമിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ വ്രോൺസ്കിയൻ. പക്ഷെ നമുക്ക് ഒരു ഗിവൺ പോയിന്റ് തന്നിട്ടുണ്ട് ടി നോട്ട് എന്ന് പറയുന്നത് വിത്തിൻ ദ ഇൻ്റർവൽ ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഒരു പോയിന്റ് ടി നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വ്രോൺസ്കിയൻ കമ്പ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് എന്ത് വരും, വ്രോൺസ്കിയൻ അറ്റ് ദ പോയിന്റ് ടി നോട്ട് ഇസ് ഈക്വൽ ടു ഇവിടെയൊക്കെ എന്ത് വരും, ടിക്ക് പകരം, അതായത് തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയാൽ ടിക്ക് പകരം ടി നോട്ട് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം, നമുക്കിവിടെ എന്താ പറയണത്, ഇവിടെ നോക്കിക്കേ x1 ഓഫ് ടി നോട്ട് x2 ഓഫ് ടി നോട്ട് എക്സെട്ര ടു xn ഓഫ് ടി നോട്ട്. ഇതിന് നമുക്ക് എങ്ങനെയാണ് മൊത്തത്തിൽ എഴുതാൻ പറ്റുക, അതായത് x1 ഓഫ് ടി നോട്ട് എന്നല്ല എഴുതുക, അതായത് ഇത് x1 എന്ന് പറയുന്ന സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ നമ്മൾ ഈ ഒരു കാര്യം എഴുതി വെച്ചിട്ടുള്ളത്, ഇസ് x1 ഓഫ് ടി നോട്ട്. അപ്പോൾ ഇത് എന്തിനായിരിക്കും വരിക, x2 ഓഫ് ടി നോട്ട്. ഇപ്പോൾ ഇതോ xn ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. x1 ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, E1 ആയിരുന്നു. ഈ E1 എന്ന് പറയുന്നത് ഏതായിരുന്നു, 1000 എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത് x2 ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, E2 ആയിരുന്നു. E2 എന്ന് പറയുന്നത് എന്തായിരുന്നു, അതേമാതിരി xn ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു En ആയിരുന്നു. സോ ഇത് എന്ന് പറഞ്ഞിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ഇതെന്ന് പറയുന്നത്, ഇത് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്, x1 അതായത് x1 ഓഫ് ടി നോട്ട് ആണ് എന്ന് നമുക്ക് അറിയണം. അതേമാതിരി ഇത് എന്ന് പറയുന്നത് x2 ഓഫ് ടി നോട്ട് ആണ്, xn ഓഫ് ടി നോട്ട് ആണ്. ദെൻ നമുക്ക് x1 ഓഫ് ടി നോട്ട് സീക്കോട്ട് E1 എന്ന് നമുക്ക് അസംഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ E1 എന്ന് പറയുന്ന വാല്യൂസ് ഒക്കെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് വരുന്നതാണ്, ഡിറ്റർമിനൻ്റ് ഓഫ് 1000, അതായത് E1 എഴുതി, ദെൻ E2 എഴുതി, എക്സെട്ര എഴുതി. ഇനി ഈ ഡിറ്റർമിനൻ്റ് അല്ല, ഇതിങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ 1000 1000 അപ്പോൾ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് അല്ലേ. എന്താ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് മാത്രമേ വാല്യൂ വരാൻ പാടുള്ളൂ, ബാക്കിയുള്ള എല്ലാ പൊസിഷനിലും എന്തേ വരിക, 0 വരിക. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. സോ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. ഓക്കെ, എന്താണ് ഇവിടെ ഡയഗണൽ എൻട്രീസ് വരിക, 1 1 1 1 എന്നാ വരിക അല്ലേ. അപ്പോൾ n ടൈംസ് നമ്മൾ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ വരിക, 1 തന്നെ വരിക. സോ ദ ഡിറ്റർമിനൻ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ വ്രോൺസ്കിയൻ അറ്റ് ദ പോയിന്റ് ടി നോട്ട് കാൽക്കുലേറ്റ് ചെയ്യണു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓരോന്നും x1 ഓഫ് ടി നോട്ട്, x2 ഓഫ് ടി നോട്ട് എക്സെട്ര ടു xn ഓഫ് ടി നോട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. x1 ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു E നോട്ട് ആയിരുന്നു, E1 ആയിരുന്നു. ദെൻ x2 ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് E2 ആയിരുന്നു. അതൊക്കെ നമ്മളിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എൻട്രീസ് മാത്രം നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസിൽ മാത്രമേ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ, ബാക്കിയുള്ള എല്ലാ എൻട്രീസിലും 0 എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ്. എന്താ
ഡയഗണൽ എൻട്രീസ് പറഞ്ഞാൽ ഈ ഡയഗണലായിട്ട് നിൽക്കുന്ന വാല്യൂസ്. സോ ഇവിടെ എത്ര 1 ഉണ്ട്? 1 × 1 × 1 × എക്സെട്ര എത്ര ടൈംസ്? n ടൈംസ് 1നെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? 1 തന്നെ കിട്ടുക. n ആണോ കിട്ടുക? അല്ല, n ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് n കിട്ടുക. 1 × 1 പറഞ്ഞാൽ 1 തന്നെ. 1 × 1 എന്ന് വീണ്ടും ചെയ്താലും തന്നെ 1 തന്നെ വരണം. അങ്ങനെ എത്ര ടൈമാണ് 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെ വരുന്നത്. സോ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 1, ഡിറ്റർമിനന്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്താ കിട്ടിയത്? വ്രോൺസ്കിയൻ അറ്റ് ദ പോയിന്റ് T0 എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റൂ അല്ലേ? അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ആൽഫ ലെസ് ദാൻ ടി ലെസ് ദാൻ ബീറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് T0 ആയിരുന്നു ചൂസ് ചെയ്തത്. ആ പെർട്ടിക്കുലർ പോയിന്റിന് തന്നെ വ്രോൺസ്കിയൻ എന്താണ്? നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വ്രോൺസ്കിയൻ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വ്രോൺസ്കിയൻ ഓഫ് ടി എന്ന് പറയുന്നത് വേറെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ തന്നെയായിരിക്കും നോട്ട് ഇസ് ഈക്വൽ ടു 0 തന്നെയായിരിക്കും. ഇത് നമ്മളൊക്കെ മുന്നേ വ്രോൺസ്കിയൻ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ പഠിച്ച സമയത്ത്, ഇപ്പോഴല്ല, നമ്മൾ സെക്കൻഡ് ഓർഡർ പഠിച്ച സമയത്ത്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ച സമയത്തായിരുന്നു പഠിച്ചിരുന്നത്, അവിടെ പറയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു അറ്റ് എ പോയിന്റ് T0, ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റിൽ നമ്മളൊക്കെ അത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്റർവെല്ലിലുള്ള മൊത്തം പോയിന്റിന് നമുക്കത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. മൊത്തം പോയിന്റ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്രോൺസ്കിയൻ അറ്റ് ദ പോയിന്റ് T ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് വ്രോൺസ്കിയൻ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ആ സൊല്യൂഷൻസ് x1 x2 എക്സെട്ര ടു xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇൻ ദ ഇന്റർവെൽ ആയിരിക്കും. അങ്ങനെ ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ദേ ഫോം എ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. അവ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇത്ര കാര്യങ്ങളാണ് അതായത് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് x ഡാഷ് ഇസ് ഈക്വൽ ടു p ഓഫ് t x എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന്റെ സൊല്യൂഷൻസ് ആണ് ഇത് എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല, x ഡാഷ് ഇസ് ഈക്വൽ ടു p ഓഫ് ടി x എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് ഇത്. ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് x1 x2 എക്സെട്ര ടു xn എന്ന് പറയുകയാണെങ്കിൽ ദെൻ ഈ x1 x2 എക്സെട്ര ടു xn എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കേണ്ടത്? ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്. ഇവിടെ E1 E2 ഒക്കെ എന്താണെന്നുള്ളതാണ് ഇവിടെ ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്തത്? വ്രോൺസ്കിയൻ ഓഫ് x1 x2 എക്സെട്ര ടു xn കണ്ടുപിടിച്ചു. ആ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. വ്രോൺസ്കിയൻ നോട്ട്, അതായത് നമ്മുടെ ഒരു ആർബിട്രറി പോയിന്റിലാണ് വ്രോൺസ്കിയൻ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് ആദ്യം കാണിച്ചത്. അതായത് ആർബിട്രറി പോയിന്റിൽ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇൻ പെർട്ടിക്കുലർ ആ ത്രൂ ഔട്ട് ദാറ്റ് ഇന്റർവെല്ലിലും നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെ വ്രോൺസ്കിയൻ നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻസ് x1 x2 എക്സെട്ര ടു xn എന്ന് പറയുന്നത് ലിനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സൊല്യൂഷൻസ് ലിനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x1 x2 എക്സെട്ര ടു xn എന്ന് പറയുന്നത് ഫോം എ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. അവ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് നമുക്ക് ഫോം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയായിരുന്നു നമുക്ക് ഈ ഒരു പ്രൂഫിൽ ഉണ്ടായിരുന്നത്. ഓക്കെ.